ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മുടെ ഗാലറിയിലെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഒരു നമ്പർ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ബ്ലർ ചെയ്ത് വിടുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ CapCut യൂസ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഈ ഒരു ബ്ലർ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് CapCut നോക്കാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്, നേരെ VPN കണക്ട് ചെയ്തു, CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു, അതിലേക്ക് എനിക്ക് ആഡ് ചെയ്യേണ്ട ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്തു, നേരെ ഇവിടെ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ റിലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ആ ഒരു ബ്ലർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്തേക്കുന്ന മറ്റൊരു യൂട്യൂബ് വീഡിയോയാണ്, അത് നേരെ ഇതിലേക്ക് കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 സെക്കൻഡ് കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസ് ബ്ലറായിട്ട് കാണിക്കണം എന്നുള്ളൊരു ഓപ്ഷനാണ് എനിക്ക് വേണ്ടതെങ്കിൽ അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ഒരു ക്ലിപ്പ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് ആ ഒരു ബ്ലർ എഫക്റ്റ് കൊടുക്കേണ്ട ആ ഒരു പോർഷൻ വരെയുള്ള കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്തെടുക്കാതെയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സ്പ്ലിറ്റ് ചെയ്തെടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം MB കുറച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു പോർഷൻ മാത്രം മതിയെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, നേരെ ലാസ്റ്റിലേക്ക് എന്തിനാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ എടുത്തേക്കുന്ന ഒരു ക്ലിപ്പിലേക്ക് ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഒരു ക്ലിപ്പിന്റെ ഫ്രണ്ടിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, വീഡിയോ എഫക്റ്റ് നിങ്ങളിവിടെ ചൂസ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ലെൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ബ്ലർ എന്ന് പറയുന്ന എഫക്റ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടുന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ബ്ലർ വേണം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കൺട്രോൾ ചെയ്യാം. ഇപ്പം ഞാൻ 100 കൊടുക്കുകയാണ്, അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുത്തു. ഈ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ നേരെ ഇവിടെ താഴെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു എഫക്റ്റിനെ എനിക്ക് വേണ്ട ആ ഒരു ക്ലിപ്പ് വരെയും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ആ ഒരു ക്ലിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു ബ്ലർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ വേണ്ട നമ്മുടെ ഫേസ് മാത്രം മതിയെങ്കിൽ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. നേരെ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്ലിപ്പ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓവർലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്ലിപ്പ് നേരെ ഓവർലേ ആയിട്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്ത് പിടിച്ച് നമ്മൾ നേരത്തെ ആഡ് ചെയ്തേക്കുന്ന ക്ലിപ്പിന്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രീതിയിലാണോ നമ്മുടെ വീഡിയോ നോർമലി ഇരുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ ബ്ലർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നേരെ നമ്മളിവിടെ മാസ്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ ഒരു ക്ലിപ്പിനെ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഡ്യൂപ്ലിക്കേറ്റിന്റെ തൊട്ടുപുറത്ത് തന്നെ കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ബ്ലർ എഫക്റ്റ് കൊടുക്കേണ്ടത്, സർക്കിളിൽ വേണോ അല്ലെങ്കിൽ സ്ക്വയറിൽ വേണോ, അങ്ങനെയുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സർക്കിൾ കൊടുത്തു. സർക്കിൾ കൊടുത്തതിന് ശേഷം ആ ഒരു ബ്ലർ എഫക്റ്റ് കൊടുക്കേണ്ട ആ ഒരു പോർഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ ഫേസ് ആണ് എനിക്ക് ബ്ലർ ചെയ്യേണ്ടത്, പക്ഷേ എൻ്റെ ഫേസ് മാത്രമാണ് ഇവിടെ കാണുന്നുള്ളൂ, ബാക്കിയുള്ള ഓപ്ഷനാണ് ബ്ലർ ആയിരിക്കുന്നത്. അപ്പം നേരെ തിരിച്ച് ആ ഒരു ഓപ്ഷനിലേക്ക് വരാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻവേർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് മാത്രം ഇപ്പോൾ ഇവിടെ ബ്ലർ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് നിരവധി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതെല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുത്താൽ മതി. ആ ഒരു വീഡിയോ നിങ്ങൾ എന്തോരം ചൂസ് ചെയ്തിരുന്നോ അവിടെ വരെയും നിങ്ങൾക്ക് ആ ഒരു ബ്ലർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ഇതുപോലെ ഒരു പ്ലേസിൽ ഇരുന്ന് പറയുന്ന ഒരു വീഡിയോ അല്ല, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ ഇത്തരത്തിൽ കൊടുത്തേക്കുന്ന ആ ഒരു മാസ്കിങ്ങിനെ നിങ്ങൾക്ക് കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ CapCutലുള്ള ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു മാസ്കിംഗ് എഫക്റ്റ്, അതായത് ബ്ലർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ആദ്യത്തെ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് ഈ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.